കണ്ണൂരിൽ 2000-ലുണ്ടായ RSS BJP പ്രവർത്തകർ പ്രതികളായ ബോംബേറിൽ കാൽ നഷ്ടമായ ഡോക്ടർ അസ്ന വിവാഹിതയായി. നഷ്ടമായ കാലിന്റെ വേദന സഹിച്ചും പഠനം തുടർന്ന് ഡോക്ടറായി ജോലി നേടിയ അസ്നയ്ക്ക് ആലക്കോട് സ്വദേശി നിഖിലാണ് താലി ചാർത്തിയത്. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കണ്ണൂർ ചെറുവാഞ്ചേരിയിലെ വീട്ടുമുറ്റത്തെ കതിർ മണ്ഡപത്തിൽ ഡോക്ടർ അസ്ന ആലക്കോട് സ്വദേശി നിഖിലിന്റെ കൈപിടിച്ചു. ഇനി അങ്ങോട്ട് അസ്നയുടെ കാലിടറാതെ കൂടെയെന്നും നിഖിലുമുണ്ടാകും. ചെറുവാഞ്ചേരി പൂവത്തൂരിലെ തരശിപ്പറമ്പത്ത് വീട്ടിൽ അസ്നയെ രാഷ്ട്രീയ കേരളത്തിന് മറക്കാനാവില്ല. കലാപ കലുഷിതമായ കണ്ണൂരിന്റെ രാഷ്ട്രീയ കാലത്തിനിരയായിരുന്നു അസ്ന. ഇന്ന് വിവാഹപ്പന്തലൊരുങ്ങിയ ഇതേ മുറ്റത്ത് വെച്ചാണ് 2000 സെപ്റ്റംബർ 27-ന് അസ്നയ്ക്ക് വലതുകാൽ നഷ്ടമാകുന്നത്. അന്ന് 6 വയസ്സാണ് പ്രായം. വീട്ടുമുറ്റത്ത് സഹോദരനൊപ്പം കളിക്കുകയായിരുന്നു. അമ്മയും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിനിടെ എറിഞ്ഞ ബോംബുകളിലൊന്ന് വന്ന് പതിച്ചത് അസ്നയുടെ മുന്നിൽ. ബോംബ് പൊട്ടി വലതുകാലിന് ഗുരുതരമായി പരിക്കേറ്റു. ചികിത്സയ്ക്കിടെ മുട്ടിന് കീഴെ വെച്ച് കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നീട് കൃത്രിമക്കാൽ ഘടിപ്പിച്ചായിരുന്നു ജീവിതം. വേദന വേട്ടയാടിയ കാലത്തും അസ്ന വിധിക്ക് മുന്നിൽ പകച്ചു നിന്നില്ല. പ്രതിസന്ധികളെ വെല്ലുവിളിച്ച് തന്നെ നന്നായി പഠിച്ചു. 2013-ൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS നേടി. സ്വന്തം പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറായി പ്രവർത്തിച്ചു. ഇപ്പോൾ വടകരയിലെ ക്ലിനിക്കിൽ ഡോക്ടറാണ്. ആലക്കോട് സ്വദേശിയും ഷാർജയിൽ എഞ്ചിനീയറുമാണ് വരൻ നിഖിൽ. 13 BJP RSS പ്രവർത്തകരെ അതിവേഗ കോടതി അസ്ന വധശ്രമക്കേസിൽ കുറ്റക്കാരെ കണ്ടെത്തിയിരുന്നു. ഇവർക്ക് 5 മുതൽ 10 വർഷം വരെ ശിക്ഷ വിധിച്ചപ്പോൾ ഇതുകൊണ്ട് ഞാൻ അനുഭവിച്ച വേദന മാറില്ലല്ലോ എന്ന അസ്നയുടെ പ്രതികരണം അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായ ശബ്ദമായി മാറിയിരുന്നു. MK രാഘവൻ MP, KK ശൈലജ MLA, ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ അസ്നയ്ക്ക് ആശംസ നേരാനെത്തിയിരുന്നു. ന്യൂസ് മലയാളം, കണ്ണൂർ.